പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ 4 മരണം. കൂടൽ മുറിഞ്ഞക്കലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയെത്തിയ കോന്നി സ്വദേശികളുടെ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രാവിലെ തന്നെ ഒരു ദാരുണമായ വാർത്തയാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ശ്രീജ, രാവിലെ തന്നെ നാടിനെ നടുക്കിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഈ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നിട്ടുള്ളത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ ഈപ്പൻ മത്തായി, ബിജു പി ജോർജ് എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ മരിച്ചവരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. വിവാഹശേഷം മലേഷ്യയിൽ വിനോദയാത്ര പോയ അനുവിനെയും നിഖിലിനെയും എയർപോർട്ടിൽ നിന്ന് തിരികെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു ഇവർ. അടുത്തിടെ നവംബർ 30-നായിരുന്നു ഇവരുടെ വിവാഹം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഹണിമൂൺ എന്ന നിലയിൽ ഇവർ മലേഷ്യയിലേക്ക് പോയി. അവിടുന്ന് തിരികെ വരുമ്പോഴാണ് ഇപ്പോൾ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. എതിരെ വന്ന ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായാണ് കൂട്ടിയിടി നടന്നത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ കാർ യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിലുണ്ടായിരുന്ന 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. എന്നാൽ ഒപ്പം ഉണ്ടായിരുന്ന അനുവിന് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിലും ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. ഈ നാട്ടുകാരെത്തിയാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. വലിയ ശബ്ദം കേട്ടാണ് ഇവർ ഓടിയെത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീജ.